നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? മെഗ്ന ബിരിയാണി ആന്ധ്ര സ്റ്റൈലാണല്ലേ? ഐ തോട്ട് ബാംഗ്ലൂർ സ്റ്റൈലാണ്. ബാംഗ്ലൂരിലാണ് മെഗ്ന ബിരിയാണി, ബട്ട് ആന്ധ്ര സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് അതിൻ്റെ റൈസ് ഉണ്ടാക്കണം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച അരി, അതിൽ ആവശ്യത്തിന് ഉപ്പ്, ബേ ലീഫ്, ഏലയ്ക്ക, കരയാമ്പൂ, കറുവപ്പട്ട, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ അരി അതിൽ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ മാഗ്നേറ്റ് ചെയ്തത് ചിക്കൻ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് നമ്മുടെ ചേച്ചിയാണ്. ഇനി നമുക്കത് പൊരിച്ചെടുക്കണം. എന്താ മോനെ, ബിരിയാണി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് വന്നാണോ? അപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ഉള്ളി, പിന്നെ പുതിന, ഇത്രയും സംഭവങ്ങൾ നേരത്തെ പൊരിച്ച ചിക്കൻ്റെ ഓയിലിലോട്ട് ഫസ്റ്റ് കറിവേപ്പില, പിന്നെ പച്ചമുളക്, അതൊന്ന് വഴണ്ടി വരുമ്പം ഉള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ആ മിക്സ് ഒന്ന് റെഡിയാക്കണം. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ ഒരു തക്കാളി അരച്ചിട്ട് അത് ഈ ഗ്രേവിയിലോട്ട് ചേർക്കണം. ഈ മിക്സ് എല്ലാം കൂടെ റെഡിയായത് ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് അതിലോട്ട് ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത്. ഫൈനലായി ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി. ഈ ഗ്രേവിയിലോട്ട് ചിക്കനും കൂടെ ഇട്ടിട്ട് കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യുമ്പം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനും ഇവിടെ സെറ്റായി. നെക്സ്റ്റ് നമുക്കിനി റൈസിക്കുള്ളൊരു ഗ്രേവി ഉണ്ട്. അതിനായി നേരത്തെ പൊരിച്ച ചിക്കൻ്റെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൽ 2 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് ഏലയ്ക്ക, കരയാമ്പൂ, പട്ട, ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ച് വരിക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഒരു 4 പച്ചമുളക് നടുകീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് അതിലോട്ട് 2 തക്കാളി അരച്ചതും പിന്നെ ഒരു 3 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സായി വരുമ്പോൾ പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അതിലോട്ട് 2 സ്പൂൺ ബട്ടറും ഫ്രഷ് ക്രീമും ഒരു 2 പിഞ്ച് തൈമും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചത്, കാരണം നമ്മുടെ കയ്യിൽ ലെമൺ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇടുമ്പം നമ്മുടെ റൈസിലോട്ടുള്ള ഗ്രേവി റെഡിയായി. പിന്നെ അത് ഇതുപോലെ കുക്കറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മേലെ കുറച്ച് റൈസ് വാട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് ഒരു കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും കൂടെ അതിൻ്റെ മേലിട്ട് കുക്കറിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാധനം റെഡി.